നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആർക്ക് ഏത് എങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്ന ദിവസങ്ങൾ കൂടിയാണിത്. 24 ബ്രേക്കിംഗ്. കുട്ടനാട് ഇടുക്കി സീറ്റുകൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ഏറ്റെടുക്കാൻ കോൺഗ്രസ് നീക്കം. 10 സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസിന് ഇക്കുറി 8 സീറ്റുകളെ നൽകാനാകൂ എന്നാണ് കോൺഗ്രസ് നിലപാട്. സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഇന്ന് വൈകിട്ടാണ് ചർച്ച. ശ്രീത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. ശ്രീത്ത്, ഈ കുട്ടനാട് ഇടുക്കി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫിന്റെ പ്രധാനപ്പെട്ട സീറ്റുകളാണ്. അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ഒരിക്കൽ അറിയിച്ച സീറ്റുകളാണ്. അപ്പോൾ അത് 10-ൽ നിന്ന് 8 ചുരുക്കാൻ കേരള കോൺഗ്രസ് സമ്മതിക്കണ്ടേ? ആ സമ്മതം കിട്ടിയോ? ഹാഷ്മി, UDF-ലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളുമായി ഇതിനകം തന്നെ പലതവണ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾ നടത്തി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 10 സീറ്റുകളാണ് 2021 ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത്രയും സീറ്റുകൾ നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് കോൺഗ്രസിനുണ്ട്. അക്കാര്യം കോൺഗ്രസ് ഇതിനകം നടന്ന ചർച്ചകളിൽ കേരള കോൺഗ്രസിനെ അറിയിച്ചിട്ടുമുണ്ട്. കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഇടുക്കി സീറ്റും കുട്ടനാട് സീറ്റുമാണ്. കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ ഇപ്പോൾ തന്നെ ആലപ്പുഴയിലും അവിടെ മറ്റ് രാഷ്ട്രീയ പൊതുമണ്ഡലങ്ങളിലുമുണ്ട്. ഇപ്പോൾ കേരള കോൺഗ്രസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ആ സീറ്റ് നഷ്ടപ്പെടാൻ ഇടയാകുമെന്ന ഒരു വികാരം കോൺഗ്രസിനകത്തുണ്ട്. മാത്രമല്ല, ആ സീറ്റ് വിട്ടുകൊടുത്താൽ ആലപ്പുഴയിലെ കോൺഗ്രസിൽ ശക്തമായ എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് കുട്ടനാട് സീറ്റ് ആവശ്യപ്പെടുന്നത്. ഇടുക്കിയിലും കോൺഗ്രസ് മത്സരിക്കുകയാണെങ്കിൽ അവിടെ വിജയസാധ്യതയുണ്ട്. ആ സീറ്റ് കോൺഗ്രസിന് വേണം എന്നുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇന്ന് വൈകുന്നേരം കേരള കോൺഗ്രസ് എമ്മുമായി നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ കുട്ടനാട് ഇടുക്കി സീറ്റുകൾ വേണം, 8 സീറ്റുകളെ നൽകാൻ കഴിയൂ എന്ന കാര്യം കേരള കോൺഗ്രസിനെ അറിയിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ കേരള കോൺഗ്രസ് പിരിയുന്നതിന് മുമ്പ് ഉള്ള ശക്തി ഇപ്പോൾ ഈ വിഭാഗത്തിനില്ല എന്നൊരു വികാരവും കോൺഗ്രസ് നേതൃത്വത്തിനകത്തുണ്ട്. എങ്കിൽ പോലും മുന്നണിക്കകത്ത് ഒരു ഭിന്നത ഉണ്ടാകാതിരിക്കാനാണ് കാര്യങ്ങൾ ഇതുവരെ അത്തരത്തിലുള്ള ഒരു നിലപാടുകളൊന്നും എടുക്കാതെ മുന്നോട്ട് പോയത്. എങ്കിലും കുട്ടനാട് ഇടുക്കി സീറ്റുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്നൊരു സമീപനം കോൺഗ്രസിന് പൊതുവിലുണ്ട്, പ്രത്യേകിച്ചും കുട്ടനാട് സീറ്റിന്റെ കാര്യത്തിൽ. അതുകൊണ്ടാണ് ഇത്തരം ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. ലീഗുമായി ഏകദേശ ധാരണയായിട്ടുണ്ട്. 27 സീറ്റുകളാണ് ലീഗിനുള്ളത്. അവർ അധികമായി സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ നേരത്തെ നമ്മൾ 24 കോഴിക്കോട് നിന്ന് പുറത്തുവിട്ട വാർത്ത പോലെ തന്നെ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കും. മറിച്ച് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കും. കോങ്ങാട് സംവരണ മണ്ഡലത്തിൽ ഇപ്പോൾ ലീഗാണ് മത്സരിക്കുന്നത്. അതിന് പകരം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി ലീഗിന് വിട്ടുകൊടുത്ത ശേഷം കോങ്ങാട് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കോങ്ങാട് അടക്കം സ്ഥാനാർത്ഥികളെയും കോൺഗ്രസ് കണ്ടുവച്ചിട്ടുണ്ട്. മറ്റ് ഘടകകക്ഷികളുമായൊന്നും കാര്യമായ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് ഇന്നും നാളെയുമായി നടക്കുന്ന ചർച്ചകളിൽ സീറ്റ് വിഭജന കാര്യത്തിൽ UDF-ലെ സീറ്റ് വിഭജന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം പൊതുവിൽ പ്രകടിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.